കർണാടക അങ്കോലയിൽ മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ ലോറി ഡ്രൈവറായ മലയാളിയും കോഴിക്കോട് സ്വദേശിയായ അർജുനായുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോൾ നിലച്ചിരിക്കുന്നെന്നാണ് ഒടുവിൽ അറിയാൻ കഴിയുന്ന വിവരം. കക്കോടിയിലെ അർജുന്റെ വീട്ടിൽ നിന്ന് അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട്. അഭിജിത്ത്, ഇപ്പോൾ രക്ഷാപ്രവർത്തനം നിർത്തിയിരിക്കുന്നെന്നറിയുന്നു. ആ വിവരം വീട്ടുകാർക്കറിയുമോ? എം കെ രാഘവൻ എന്തൊക്കെയാണ് പറഞ്ഞത്? വേണു, എം കെ രാഘവൻ അല്പസമയം മുൻപാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതിൽ അദ്ദേഹം പറയുന്നത്, കഴിഞ്ഞ ദിവസം തന്നെ ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്താൻ അധികൃതരുമായി താൻ ബന്ധപ്പെട്ടതാണ്. കർണാടക മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ താൻ വിവരങ്ങൾ അറിയിച്ചതാണ്, വേണ്ട രീതിയിലുള്ള സഹായങ്ങൾ ആവശ്യപ്പെട്ടതാണ്. അദ്ദേഹം ആ ഘട്ടത്തിൽ സർക്കാരിൽ നിന്ന് ലഭിച്ച മറുപടി നേവിയെ ഉൾപ്പെടെ ഭാഗമാക്കിക്കൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തുമെന്നുള്ള മറുപടിയാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് ലഭിച്ചത്, കർണാടക മുഖ്യമന്ത്രിയിൽ നിന്ന് ലഭിച്ചത്. ഒപ്പം പോലീസ് ഉദ്യോഗസ്ഥരുമായി താൻ സംസാരിച്ചിരുന്നു എന്നും എം കെ രാഘവൻ പറയുന്നു. നിലവിൽ ആ രീതിയിലുള്ള ഒരു പ്രശ്നം അവിടെ ഉണ്ടെങ്കിൽ കൂടുതൽ ഇടപെടൽ നടത്തുമെന്നാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. ഏതായാലും നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് രക്ഷാപ്രവർത്തനം ശരിയായ രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്. നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം രക്ഷാപ്രവർത്തനം നിലച്ച മട്ടാണ് എന്നുള്ളതാണ്. ഈ അർജുൻ കുടുങ്ങിക്കിടക്കുന്നു എന്ന് കരുതപ്പെടുന്ന സ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടക്കുന്നില്ല, മറിച്ച് മറ്റു ഭാഗങ്ങളിൽ മറ്റ് മണ്ണ് നീക്കൽ അടക്കമുള്ള പ്രക്രിയകൾ, ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ്, നടപടികളാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് നാം നിലവിൽ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ രീതിയിലുള്ള ഒരു ആക്ഷേപം അല്ലെങ്കിൽ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം ഊർജിതമല്ല, കാര്യമായ രീതിയിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപം കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ദൃശ്യങ്ങൾ ഇവിടെ അർജുന്റെ കുടുംബത്തിൽ ചിലർ അവിടേക്ക് പോയിരുന്നു. ഈ പ്രശ്നം നടന്നു എന്ന് കരുതുന്ന ഈ അങ്കോളയിലേക്ക് പോയിരുന്നു, കുടുങ്ങിക്കിടക്കുന്നു എന്ന് കരുതുന്നു. അഭിജിത്തിലേക്ക് വരാം. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ വി ഡി സതീശൻ, ഈ അർജുനെ രക്ഷപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ എന്തൊക്കെ ഇടപെടൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്? അർജുൻ അടക്കമുള്ള ആളുകളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ഞാൻ ഇന്ന് രാവിലെ കർണാടക ഉപമുഖ്യമന്ത്രി ശ്രീ ഡി കെ ശിവകുമാറുമായിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം തന്നെ നേരിട്ടാണ് ഈ രക്ഷാപ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യുന്നത്. കുറച്ച് പ്രതികൂലമായ കാലാവസ്ഥ കുറെ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം അതിഭയങ്കരമായ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള സ്ഥലങ്ങളാണിത്. കനത്ത മഴയാണ്. അപ്പോൾ ചില സമയത്ത് രക്ഷാപ്രവർത്തനം നിർത്തിവെക്കേണ്ടി വരികയാണ്. കാരണം രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ കൂടി അപകടത്തിലാകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. എങ്കിലും പിന്നെ ആവശ്യമായിട്ടുള്ള ഏറ്റവും മോഡേൺ ആയിട്ടുള്ള എക്യുപ്മെന്റ് അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ചില തടസ്സങ്ങളുണ്ട്. അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഓഫീസ് നമ്മളെ കൃത്യമായിട്ട് വിവരങ്ങൾ ധരിപ്പിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം തന്നെ നേരിട്ട് പരമാവധി ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇതുവരെ നമ്മുടെ അറിവ് ഒരു മലയാളി മാത്രമാണ് പെട്ടിട്ടുള്ളതെന്നാണ് ഗവൺമെന്റിനുള്ള അറിവ്. അത് തന്നെയാണ്. ബാക്കിയുള്ളത് അവിടെ ഉള്ള ലോക്കൽ ആളുകൾ തന്നെയാണെന്നാണ്. ശ്രീ വി ഡി സതീശൻ, ഈ കുടുംബം പറയുന്നത് NDRF സംഘം അടക്കം അലംഭാവം കാണിക്കുന്നു എന്നാണ്. അത് അവരുടെ ഒരു ഉത്കണ്ഠ കൊണ്ടായിരിക്കും പറയുന്നത്. എന്നോട് ഈ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ എന്നോട് പറഞ്ഞത്, പ്രതികൂലമായ കാലാവസ്ഥ വല്ലാതെ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് രക്ഷാപ്രവർത്തനത്തിന്, എങ്കിലും അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം തന്നെ നേരിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ്. കാരണം ഒരു അപകട മേഖലയാണ് ഇപ്പോഴും അവിടെ, അതിന്റെ ഒരു പ്രശ്നം ഉണ്ടാവും. ഇപ്പൊ ഈ ലോറിയുടെ ഉടമസ്ഥൻ മനാഫ് ആ സ്ഥലത്തുണ്ട് സാർ. അദ്ദേഹം പറഞ്ഞത് ഈ GPS ലൊക്കേഷൻ വഴിയുള്ള ഇന്ന സ്ഥലമാണ് എന്ന് NDRF സംഘത്തിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ ഭാഗത്ത് തെരച്ചിൽ നടത്താൻ അവർ തയ്യാറാകുന്നില്ല എന്നാണ്. എന്തായാലും നമുക്ക് പരിശോധിക്കാം. ഞാൻ അദ്ദേഹത്തിന്റെ ഓഫീസിൽ തന്നെ ഈ വിവരം ഇപ്പോൾ തന്നെ അറിയിക്കാം. എന്നിട്ട് മേൽ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി ഉണ്ടാക്കാം. ശരി, നന്ദി ശ്രീ വി ഡി സതീശൻ പ്രതികരിച്ചതിന്. അഭിജിത്ത് മുഴക്കുന്ന് തുടരുന്നുണ്ട്. മനാഫ് വീണ്ടും ടെലിഫോൺ ലൈനിൽ എത്തിയിട്ടുണ്ട്. മനാഫ്, അവിടെ രക്ഷാപ്രവർത്തനം നിർത്തിയെന്നറിയുന്നു, എന്താണ് സാഹചര്യം? ഇവിടെ ചെറിയ രൂപത്തിൽ മഴ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പറഞ്ഞോളൂ. പക്ഷേ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് വണ്ടിക്കായിട്ട് ഒരു തെരച്ചിലൊന്നുമില്ല. രക്ഷാപ്രവർത്തനം ഇപ്പോൾ നടക്കുന്നുണ്ടോ നിങ്ങൾ ഈ പറയുന്ന സ്ഥലത്ത്? ഇല്ല 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 ഇല്ല. ഇപ്പോ ഈ മണ്ണെടുക്കുന്നുണ്ട്. അത് റോഡ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മണ്ണെടുക്കലാണ്. നിങ്ങൾ ഈ ചൂണ്ടിക്കാട്ടിയ സ്ഥലത്തേക്ക് ഇവര് എത്താതിരിക്കുന്നതിന്റെ കാരണം എന്താണ് പറയുന്നത്? കൂടുതൽ മണ്ണിടിയുള്ള കാര്യമാണോ? കൂടുതൽ മണ്ണിടിയെന്നാണ് പറയുന്നത് ഇവര്. ആ പറയുന്നതിൽ സത്യമുണ്ടോ? ആളുകളൊന്നുമില്ല. ഇവർക്ക് മണ്ണെടുക്കാൻ ആകെ എന്താ പറഞ്ഞാല് ഈസി ആയിട്ട് കഴിയുന്നതാണ് നമുക്ക് തോന്നുന്നത്. മനാഫെ, ഈ അവിടെ തെരച്ചിൽ നടത്തിയാൽ കൂടുതൽ മണ്ണിടിയും എന്നൊക്കെ ഇവര് പറയുന്നത് സത്യമാണോ? ആ സ്ഥലത്ത് നിൽക്കുന്ന ഒരാളെന്ന് എനിക്ക് ചോദിക്കുകയാണ്. ഞാൻ വിശ്വസിക്കില്ല മണ്ണിടിയും എന്നുള്ളത്. എന്താ അങ്ങനെ പറയാൻ കാര്യം? ഈ പൊസിഷന് ചെരിഞ്ഞിട്ടാണ് ഉള്ളത്, ഓവർ കുത്തനല്ല ഉള്ളത്. എത്ര സംഘമുണ്ട് ഇപ്പൊ അവിടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ?
ഇതിപ്പോ 3 JCB ആണ് ഉള്ളത്. ഹിറ്റാച്ചിയോ JCB ആ സാധനം 3 ഉണ്ട്. 2 ടിപ്പർ ഉണ്ട്. ഈ 2 ടിപ്പർ നിറച്ചിട്ട് ആ ടിപ്പർ പോകുമ്പോ അടുത്ത 2 ടിപ്പർ വന്ന് നിൽക്കുന്നുണ്ട്. അവിടെ ഈ പോലീസുകാരൊക്കെ എത്തിയിട്ടുണ്ട്. ഈ ഉത്തര കന്നഡ SP-യും കളക്ടറൊക്കെ അവിടെ എത്തിയെന്ന് നേരത്തെ വിവരം ഉണ്ടായിരുന്നു. ഇവരൊക്കെ ഉണ്ടോ അവിടെ? അതെ. ഇപ്പം ഈ കളക്ടറോട് കഴിഞ്ഞ പോലീസുകാരോട് ഒക്കെ കഴിഞ്ഞ 16-ാം തീയതി മുതൽ പറയുന്നുണ്ട് ഇതിന്റെ ഉള്ളിൽ ഒരു മരവണ്ടി ഉണ്ട് എന്നുള്ളത്. ലോഡോട് കൂടിയിട്ട് ഒരു മരവണ്ടി ഇതിന്റെ മണ്ണിന്റെ അടിയിൽ ഉണ്ട് എന്നുള്ളത്. ഇന്നലെ വരെ ഒരാരും ഒരു സ്ഥലത്തും ഞമ്മളെ മരവണ്ടിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്യില്ല. ഒരു ന്യൂസ് ചാനൽ, കന്നഡ ന്യൂസ് ചാനലിൽ ഒന്നിലൊന്നും പറയുന്നില്ല മരവണ്ടിനെ പറ്റിയിട്ട്. മനാഫ്, ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഇവരൊക്കെ ഇടപെടുന്നു എന്ന് പറയുമ്പോഴും നിങ്ങൾക്കൊരു പ്രതീക്ഷയുമില്ല നിലവിൽ? ഇവര് അർജുന്റെ വൈഫിന്റെ മൊബൈലിലേക്ക് ഇന്ന് രാവിലെയും ആ ഫോൺ ചെയ്യുമ്പോൾ റിങ് ചെയ്ത് ഓഫായി പോകുന്നുണ്ട്. അതല്ല മനാഫെ ഞാൻ ചോദിച്ചത്, ഈ രക്ഷാപ്രവർത്തനത്തിന് ഒരു പുരോഗതിയും ഇല്ല എന്ന് തന്നെയാണോ നിങ്ങളുടെ പരാതി ഇപ്പോഴും? അതെ. ശരി, മനാഫാണ് ഏറ്റവും പുതിയ വിവരങ്ങളും നൽകിയത്. രക്ഷാപ്രവർത്തനത്തിൽ അലംഭാവം തുടരുന്നു എന്ന് തന്നെയാണ് മനാഫും അർജുന്റെ കുടുംബവും എല്ലാം പറയുന്നത്.